പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിൻ്റെ പിടിയിൽ അമരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശ് പട്ടാള അട്ടിമറിക്കുള്ള നീക്കം നടക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം. അവിടെ പട്ടാളത്തിനുള്ളിൽ തന്നെ, സൈന്യത്തിനുള്ളിൽ തന്നെ കലാപം നടക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അവിടുത്തെ സൈനിക മേധാവിയായ ജനറൽ വഖാർ ഉസ് സമാൻ ഇന്ത്യയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സൈനിക മേധാവിയാണ് എന്നുള്ള ആരോപണമാണ് ബംഗ്ലാദേശിലെ ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നത്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാനെ കൊണ്ടുവരുന്നതിനായി പാക് ചാരസംഘടനയും പാക് സൈന്യവും ബംഗ്ലാദേശിലുള്ള ജമാഅത്ത് ഇസ്ലാമിയും ശ്രമം തുടങ്ങിയതാണ് ഇപ്പോഴത്തെ സൈന്യത്തിനുള്ളിലെ കലാപത്തിൻ്റെ പ്രധാന കാരണം. മുഹമ്മദ് ഫൈസുർ ISI ഏജന്റുമാരുമായിട്ടും ISIയുടെ തലവന്മാരുമായി ചർച്ച നടത്തിയ വാർത്തകൾ മുൻപ് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ സൈന്യത്തിനുള്ളിലെ തങ്ങളെ അനുകൂലിക്കുന്ന കമാൻഡർമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. പക്ഷേ ആ യോഗം നടന്നില്ല. അതോടുകൂടിയാണ് ഈ സൈന്യത്തിനുള്ളൊരു അട്ടിമറി നീക്കം നടക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഉസ്സമാൻ പറയുന്നത് ഇപ്പോൾ വൈദേശിക ശക്തികളുടെ പിടിയിലാണ് ബംഗ്ലാദേശ്, അതിൽ നിന്ന് അതിനെ മോചിപ്പിച്ചേ മതിയാകൂ. ഈ ഉസ്സമാൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സർക്കാരിനെ സ്ഥിരപ്പെടുത്തുക, അതായത് ഇപ്പോഴുള്ള സർക്കാർ മാറി സ്ഥിരമായ ഒരു സംവിധാനം വന്നാൽ സൈന്യം ബാരക്കുകളിലേക്ക് മടങ്ങുമെന്നുള്ളതാണ്. എന്നാൽ ഈ മുഹമ്മദ് ഫൈസർ എന്ന് പറയുന്ന സൈനിക മേധാവി, ആ മേധാവിയുടെ നിലപാട് ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൽ സൈന്യത്തിനൊരു റോള് വേണം എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ പാകിസ്ഥാനും ISI തലവന്മാരുമൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നീങ്ങുന്നത്. ഏതായാലും ഉസ്സമാൻ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. ഉസ്സമാൻ പറയുന്നത് ഈ ബാഹ്യശക്തികൾ ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നു, അത് നല്ലതിനല്ല, അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തേക്കാം എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറയും. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കനത്ത ജാഗ്രതയിലാണ്. നമ്മുടെ ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര യുദ്ധം തന്നെ നടക്കുന്നു. അവിടെ രാജ്യം രണ്ടാകാനുള്ള നീക്കം നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബംഗ്ലാദേശിലും ഇപ്പോൾ നടക്കുന്ന വലിയ അട്ടിമറി നീക്കമാണ്. ഇതിലാണ് ഇന്ത്യ ജാഗ്രതയോടെ കാണുന്നത്. കാരണം ഒരു ഭാഗത്ത് അവിടെയും പാകിസ്ഥാൻ്റെ ഈ ചാരസംഘടനയാണ് പ്രവർത്തിക്കുന്നത്, ഒപ്പം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടനയും അവിടെ പ്രവർത്തിക്കുന്നു. ഏതായാലും നമ്മളുടെ അയൽപക്കങ്ങൾ പുകയുകയാണ്, നിന്ന് കത്തുകയാണ്. ഇവിടെ ജാഗ്രതയോടുകൂടിയാണ് ഇന്ത്യയും ഇന്ത്യൻ സൈന്യവും മുന്നോട്ട് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.